ഒരു ബിസിനസ് തുടങ്ങാൻ 2 മാസം കഴിഞ്ഞ് തിരിച്ചു കിട്ടത്തുള്ളൂ. പോട്ടെ, സാരമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ആവശ്യം നടക്കണ്ടേ. വരൂ, വഴി ഉണ്ടാക്കാം. എന്താ വഴി? പറയാം. സർ, എന്താ സാർ ഇങ്ങനെ നോക്കുന്നത്? എടോ നന്ദ, സത്യത്തിൽ എനിക്ക് തന്നോട് അസൂയ തോന്നുന്നു. താൻ ഭാഗ്യവാനാണ്. സാറിന് എപ്പോഴും തമാശയുള്ളൂ. ഞങ്ങളൊരു കാര്യം പറയാൻ വന്നതാ. മനസ്സിലായടോ. നിങ്ങളുടെ കല്യാണക്കാര്യമല്ലേ? ഉറപ്പിച്ചോ? അത് സാർ അറിയാതെ ചെയ്യുമോ? അതല്ല കാര്യം. അത് കൊള്ളാം. പിന്നെ നീ എപ്പോഴാന്നടോ? മഴക്കാലം വരുന്നു. ഈ സീസൺ കളയണ്ട. അതിനൊക്കെ ഒരു സൗകര്യം വേണ്ട സാർ. ഞാനിപ്പോ വന്നിരിക്കുന്നത് സുകുമാരിക്ക് വേണ്ടി ഒരു ശുപാർശയായിട്ടാണ്. സുകുമാരിക്കോ? എന്നതാ കാര്യം? ഒരു 300 രൂപ അത്യാവശ്യമായി വേണമായിരുന്നു. സാർ, തുക ഞാൻ മാസാമാസം അടച്ചു വീട്ടിക്കൊള്ളാം. സുകുമാരി എന്നാത്തിനായി ഈ നിസ്സാരമായ 300 രൂപയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത്? അതിനേക്കാൾ വലിയ തുക കിട്ടാനുള്ള വഴിയുണ്ട്. കടമായിട്ടല്ല, പ്രതിഫലമായിട്ട്. എന്താണ് സാർ അത്? തനിക്കത് അറിഞ്ഞിട്ടെന്നാ കാര്യം? ഞാൻ സുകുമാരിയോട് പറഞ്ഞോളാം. താൻ പൊക്കോ. ശരി സാർ. അല്ല സുകുമാരി, ദേഷ്യം വരാതിരിക്കുവോ? നമ്മൾ തമ്മിലുള്ള ഇടപാട് അവൻ അറിയണം പോലും. അവൻ നിന്നെ കല്യാണം കഴിക്കുന്നു എന്ന് വെച്ച് ഇങ്ങനൊരു അധികാരം ഉണ്ടോ? സാറ് കാര്യം പറയണം. സുകുമാരി മനസ്സ് വെച്ചാൽ 1000-നോ 1500-നോ ഇടയ്ക്കുള്ളൊരു തുക ഞാൻ തരപ്പെടുത്തി തരാം. അല്ലെങ്കിൽ 1500 എന്ന് വെച്ചോ. എന്താ? സാർ, ഇതുവരെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. സുകുമാരിക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തതാ. ഞങ്ങളുടെ വക ഒരു പുതിയ അഡ്വർടൈസ്മെന്റ് ഫിലിം നിർമ്മിക്കാൻ ഞാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പുതിയ ബ്രേസിയേഴ്സിനെ പറ്റിയുള്ള ഫിലിമാണ്. നമുക്ക് ആലപ്പുഴയോളം ഒന്ന് പോയി ഷൂട്ട് ചെയ്തിട്ട് വരാം. ഒരു ദിവസം എനിക്കേടേ ഉള്ളൂ. വേണ്ട സാർ, അതെനിക്ക് വയ്യ. സുകുമാരി ഈ പടത്തിലൊന്ന് മുഖം കാണിച്ചാൽ മതി. പിന്നെ പ്രൊഡ്യൂസർമാര് സുകുമാരിക്ക് വേണ്ടി ക്യൂ നിൽക്കും. ഞാൻ ഗ്യാരണ്ടി തരാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? സുകുമാരിക്ക് ഞാൻ ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുമല്ലോ. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി. 100 കണക്കിന് പെൺകുട്ടികൾ ഈ മാത്തച്ഛന് മുമ്പിലെത്തും. അല്ലെങ്കിൽ തന്നെ സൈല ഉമ്മന് ഇതിലൊരു കണ്ണുണ്ട്. അവൾ അറിയാതെ നമുക്ക് കാര്യം നടത്തണം. സൈലയെ തന്നെ വിളിച്ചാൽ മതി. അവക്ക് ഫിഗർ പോരല്ലോ. അല്ലെങ്കിൽ തന്നെ സുകുമാരി എവിടെ, സൈല എവിടെ? ഞാൻ പോകുന്നു സാർ. സുകുമാരി, ഒന്നുകൂടി ആലോചിക്കും. ഇതിൽ ആലോചിക്കാനൊന്നുമില്ല. സാറ് വേറെ ആളെ നോക്കും. മാത്തച്ഛന്റെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. സഹിക്കാവുന്ന അത്രയും ഞാൻ സഹിച്ചു. മാത്തച്ഛന്റെ സ്വഭാവം അതല്ലേ. അയാളുടെ വായിക്ക് ഒരു ലൈസൻസും ഇല്ല. നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കാനല്ലേ ഉള്ളൂ. മാത്തച്ഛൻ ഒരു പ്രപ്പോസൽ പറഞ്ഞു. അത് വേണ്ടെങ്കിൽ വേണ്ട. ആലപ്പുഴയിലെ ഷൂട്ടിങ്ങിന് അയാളോടൊപ്പം പോകാൻ എന്നെ ക്ഷണിച്ചില്ലേ? അതിന്റെ അർത്ഥം എന്താണ്? അയാൾ എന്നെ പറ്റി എന്ത് ധരിച്ചു? 1000 രൂപയ്ക്ക് വേണ്ടി. സുകുമാരി, എന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയോട് മാത്തച്ഛന് ഒരിക്കലും അപമര്യാദ പെരുമാറില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. ഷൂട്ടിങ്ങിന് പോകുന്നെങ്കിൽ തന്നെ സുകുമാരിയെ മാത്തച്ഛനോടൊപ്പം ഞാൻ തടിച്ചുവിടും. ഞാനും കൂടെ വരില്ലേ? നന്ദനെന്നല്ല, ദൈവം കൂടെ വന്നാലും ഞാൻ മാത്തച്ഛനോടൊപ്പം ഷൂട്ടിങ്ങിന് പോവില്ല. ശരി, ഇനി ദൈവം വിചാരിച്ചാൽ പോലും മാത്തച്ഛനും സുകുമാരിയും തമ്മിൽ പരസ്പര വിശ്വാസത്തോടെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊറ്റ പോംവഴിയേ ഉള്ളൂ. സുകുമാരി മറ്റൊരു ജോലി സമ്പാദിക്കുക. നന്ദൻ തമാശ പറയുകയാണോ? അല്ല, കുറെ നാളായി ഞാൻ ഇക്കാര്യത്തെ പറ്റി ആലോചിക്കായിരുന്നു. ഇവിടത്തെക്കാൾ ഇരട്ടി ശമ്പളമുള്ള ഒരു ജോലി ഞാൻ തിരുവനന്തപുരത്ത് വാങ്ങിച്ചു തരാം. സുകുമാരി ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് പ്രൊമോഷനും സാധ്യതയുണ്ട്. പറയൂ, ഒരുക്കമാണോ? സുകുമാരി എന്താ ഒന്നും പറയാത്തത്? ശരി, എനിക്ക് സമ്മതമാണ്. ജോലി കിട്ടിയാൽ തിരുവനന്തപുരത്ത് താമസിക്കണം. സാധിക്കുമോ? എവിടെയായാലും മാനമുള്ളൊരു ജോലി വേണം. നന്ദൻ ആ ജോലി എനിക്ക് വാങ്ങിച്ചു തരൂ. ഇതാ അപേക്ഷ ഫോറം. സദേൺ ഫിനാൻഷ്യൽ എന്റർപ്രൈസസിന്റെ ആണ്. ഈ കമ്പനിയിലെ മാനേജർ എന്റെ കസിനാണ്. സുകുമാരി ഇത് ഫില്ലപ്പ് ചെയ്താൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ശരി, ഞാൻ ഫില്ലപ്പ് ചെയ്തോളാം. ഇപ്പൊ തന്നെ ചെയ്യുന്നേ. ഒരു കവറിംഗ് ലെറ്ററോട് കൂടി ഞാൻ അയച്ചോളാം. എന്താ ലക്ഷ്മി എത്ര ആലോചിക്കാനിരിക്കുന്നത്? ഞാൻ എന്ത് പ്രയാസപ്പെട്ട മാത്തച്ഛനോട് പറയാൻ സമ്മതിപ്പിച്ചെന്നറിയോ? ഇതൊരു അഡ്വൈസ് ഫിലിം അല്ലേ, പരസ്യ ചിത്രം. എന്നാലും വാസു. ലക്ഷ്മി മേനി ഒന്നും പറയണ്ട. അന്ന് കടയിൽ നിന്ന് തുണി വാങ്ങിച്ച വകയിൽ 500 രൂപ കൊടുക്കാനുള്ളത് ഞാൻ മാത്തച്ഛനോട് പറഞ്ഞ ഒരു പരുവത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥിതിക്ക്. കല്യാണം സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ വലുതാണോ ഷർമി കല്യാണം? അതെ അമ്മേ,
എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വലിയ ആഗ്രഹമാണ്. അങ്ങനെ പറമോളെ. ഞങ്ങളുടെ കടയിലെ ജോർജറ്റ്, ഷിഫോൺ, അമേരിക്കൻ ജോർജറ്റ്, ഊളി ഉളി ഓയിൽ എന്നീ സാരികൾ ഉടുത്തോണ്ട് എങ്ങനെ നിന്നാ മതി ഷർമി. ബാക്കി കാര്യം മാത്തച്ഛൻ നോക്കിക്കോളൂ. വാസു? യെസ്. ഇപ്പൊ അവളുടെ സമയം എങ്ങനെയുണ്ടെന്ന് നോക്കിക്കാൻ ഞാൻ ആളെ വരാൻ പറഞ്ഞിട്ടുണ്ട്. യെസ്. അതിനുശേഷം തീരുമാനിച്ചാ പോരെ? ഷർമിയുടെ സമയം തെളിഞ്ഞു കഴിഞ്ഞു ലക്ഷ്മി അമ്മേ. മാത്തച്ഛൻ പുളിങ്കൊമ്പാ. ആ, ആള് വന്നല്ലോ. നീ ഇവിടെ ഈ ജോലി തീർച്ചയായിട്ടും സുകുമാരി കിട്ടും. എന്താ ആലോചിക്കുന്നത്? എനിക്ക് ബന്ധുക്കൾ ആരുമില്ലല്ലോ കൂടെ വരാൻ. ഭാസ്കരനാണെങ്കിൽ കൊച്ചു പയ്യൻ. ഇതാണോ വലിയ ആനക്കാര്യം? ഞാൻ കൂടെ വരില്ലേ? കാലത്ത് 9 മണിക്കാണ് ഇന്റർവ്യൂ. അതിന് പുലർച്ചയ്ക്ക് തന്നെ പുറപ്പെടണമല്ലോ. ഇത് നല്ല കഥ. നീണ്ട 5 മണിക്കൂർ ബസ് യാത്ര കഴിഞ്ഞ് മുഷ്ണ വേഷത്തിലാണ് ഇന്റർവ്യൂ ഹാജരാകുന്നത്. വഴി വെച്ച് ബസ് ബ്രേക്ക് ഡൗൺ ആയല്ലോ. അതൊന്നും പറ്റില്ല. തലേ ദിവസം രാത്രി തന്നെ അവിടെ എത്തണം. എന്നിട്ട് എവിടെ താമസിക്കും? ഹോട്ടലിൽ. ഹോട്ടലിലോ? അത് വേണ്ട നന്ദൻ. ഹോട്ടൽ മുറി നമ്മൾ എങ്ങനെ ഒന്നിച്ച് കഴിയുമെന്ന് ഓർത്തായിരിക്കും. സുകുമാരിക്ക് എന്നെ വിശ്വാസമില്ലെന്നർത്ഥം. വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, പക്ഷേ വിവാഹത്തിന് മുൻപ് അങ്ങനെ ഒന്നിച്ച് താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. ചേടാ, ഒന്നിച്ച് താമസിക്കണ്ട. നമുക്ക് വെവ്വേറെ മുറികളിൽ താമസിക്കാം. ഹോട്ടലിൽ ആകെ ഒരു മുറിയേ ഉള്ളൂ. ഏതായാലും അത് വേണ്ട. അത് എന്തോ എനിക്ക് പിടിക്കുന്നില്ല. അങ്ങനെ പിടിക്കാതെ വന്നാലേ ജോലി കിട്ടത്തില്ല, അത്ര തന്നെ. ഹോട്ടലിൽ താമസിച്ചാലേ ഈ ജോലി കിട്ടത്തുള്ളെങ്കിൽ എനിക്കത് വേണ്ട. ഞാൻ ഇങ്ങനെ തന്നെ കഴിഞ്ഞോളാം. ഒരു കണക്കെ അത് ശരിയാ. സുകുമാരിയുടെ വാശി കൊണ്ട് ജോലി നഷ്ടമാവണ്ട. വഴിയുണ്ട്. ഈ ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ എന്റെ കസിൻ ഉണ്ടല്ലോ, അവൻ ഫാമിലിയോടൊപ്പം അവിടെ താമസിക്കുന്നു. നമുക്ക് അവിടെ കഴിയാം. അവന്റെ ഭാര്യ നല്ലൊരു സ്ത്രീയാ. ഇനി വല്ല പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തണോ? ശരി, അറിയാവുന്ന വീട്ടുകാരല്ലേ, ഞാൻ അവിടെ താമസിച്ചോളാം. അങ്ങനെ ഒടുവിൽ തിരുമനസ് കനിഞ്ഞല്ലോ. ശരി, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ തന്നെ ഒന്ന് 2 ടിക്കറ്റ് ബുക്ക് ചെയ്യാം. സുമാരി, എന്താ നന്ദകുമാറുമായിട്ടൊരു കൂടിയാലോചന? ഒന്നുമില്ല. ഏതോ ഒരു ദീർഘയാത്രക്ക് പരിപാടി ഉണ്ടല്ലേ? തോമസ് കുട്ടിക്ക് എങ്ങനെ അറിയാം? സുകുമാരി എന്നിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കണ്ട. നിങ്ങൾ തമ്മിൽ എന്തോ ഗൗരവമുള്ള പ്രശ്നം ചർച്ച ചെയ്യുന്നത് കണ്ടു. സുകുമാരിയെ സംബന്ധിക്കുന്നതായതുകൊണ്ട് മാത്രം ഞാൻ മനഃപൂർവ്വം എല്ലാം ഒളിഞ്ഞെന്ന് കേട്ടു. ഇങ്ങനെ ഒളിഞ്ഞെന്ന് കേൾക്കുന്നത് ശരിയാണോ തോമസ് കുട്ടി? ഒട്ടും സംശയിക്കണ്ട, ശരിയാണ്. അതിപ്പോ മനസ്സിലായില്ലെങ്കിൽ പിന്നീട് മനസ്സിലായിക്കൊള്ളൂ. അവിവേകം ഒന്നും കാട്ടരുത്. ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ മതി സ്ത്രീകൾക്കെല്ലാം നഷ്ടപ്പെടാൻ. സുകുമാരി നന്ദനുമായിട്ടൊരു രാത്രി ചിലവഴിക്കാനല്ലേ പോകാനൊരുങ്ങുന്നത്? എന്നാര് പറഞ്ഞു? ഞാൻ അത്ര മടിയൊന്നുമല്ല. നന്ദന്റെ കസിന്റെ വീട്ടിൽ ഒരു കുടുംബത്തിലാണ് ഞാൻ താമസിക്കാൻ പോകുന്നത്. എന്റെ കുട്ടി, നീ ബുദ്ധിമതി തന്നെ. മടയല്ല, സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യം നീ ഓർമ്മിച്ചു. നന്ദകുമാറുമായി തിരുവനന്തപുരത്ത് ചെല്ലുമ്പോ അങ്ങനൊരു വീടും കുടുംബവും അവിടെ കണ്ടില്ലെങ്കിലോ? സുകുമാരി ഈയിടെ പത്രങ്ങളൊന്നും വായിക്കാറില്ല. ഇതുപോലെ എത്രയോ യുവതികൾ വഞ്ചിക്കപ്പെടുന്നു. അതൊന്നും അറിയില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി എല്ലാം സുകുമാരിയുടെ ഇഷ്ടം. എത്രയോ യുവതികൾ വഞ്ചിക്കപ്പെടുന്നു. എത്രയോ യുവതികൾ വഞ്ചിക്കപ്പെടുന്നു. എത്രയോ യുവതികൾ വഞ്ചിക്കപ്പെടുന്നു. എത്രയോ യുവതികൾ വഞ്ചിക്കപ്പെടുന്നു. നന്ദൻ, എന്താ സുമാരി? ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ട. എന്താ കാരണം? ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നില്ല. പെട്ടെന്നുള്ള ഈ മനംമാറ്റത്തിന് കാരണം? ഈ ജോലി എനിക്ക് വേണ്ട. ഞാൻ വരുന്നില്ല. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. നിനക്ക് ജോലി വേണമെന്ന് പറയുമ്പോ അത് അന്വേഷിക്കാനും തോന്നുമ്പോ വേണ്ടെന്ന് വെക്കാൻ ഞാൻ നിന്റെ കളിപ്പാ വേണം. ഇത്രയൊക്കെ പറയാൻ ഒന്നും നടന്നില്ലല്ലോ. നടന്നില്ല. നീ ഞാനുമായിട്ടുള്ള ബന്ധമേ ഇതോടുകൂടി അവസാനിച്ചത് കരുതിക്കും.
തോമസ് കുട്ടി, ആ ഒരു മിനിറ്റ്. എന്താ നന്ദ? ഒരു കാര്യം പറയണം. തോമസ് കുട്ടി വഴി വെച്ച് സുമാരിയെ കണ്ടോ? കണ്ടു. അപ്പൊ സുമാരി തിരുവനന്തപുരത്ത് ജോലി വേണ്ടെന്ന് വയ്ക്കാൻ കാരണം തോമസ് കുട്ടിയാണല്ലേ? ജോലി വേണ്ടെന്ന് വെക്കാൻ ഞാനല്ല കാരണക്കാരൻ. പക്ഷേ തിരുവനന്തപുരത്ത് പോകുന്നത് ആലോചിച്ചു മതിയെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനു ഇടപെടുന്നു? നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടില്ല. സുകുമാരയുടെ കാര്യത്തിലേ ഞാൻ ഇടപെട്ടുള്ളൂ. അതാ എന്തിനാന്ന് ചോദിച്ചത്. അവളൊരു പാവം പെൺകുട്ടിയായതുകൊണ്ട്. ഓഹോ. നന്ദൻ, ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. ഉം. വേറെ ജോലിയുണ്ട്. ഞാൻ വരട്ടെ. നന്ദൻ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കണം തോന്നുന്നു. എനിക്ക് തിരിച്ചു തല്ലാൻ അറിയാം, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. നന്ദനാ നടലോട്ടി നിൽക്കുന്നത്? അല്ല, ഞാൻ ഒരാളെ കാണാൻ വന്ന. വരട്ടെ. ഈ മാത്തച്ഛൻ സാറിന് എന്ത് പറ്റി? ആളെ കാണുന്നില്ലല്ലോ. എന്നാലും സാർ അങ്ങനെ ലേറ്റ് ആകുന്ന ആളല്ലല്ലോ. വാച്ചിന്റെ സൂചിയും മാത്തച്ഛൻ സാറും ഇരട്ട പറ്റതാണെന്നേ തോന്നുന്നു. എന്നിട്ടും ഇന്നെന്താ ഇങ്ങനെ? ഇനി സാറങ്ങനെ ഔട്ടായി കാണുമോ? ഛേ, അങ്ങനെ വരാൻ വഴിയില്ല. ഇനി ഔട്ടായാൽ തന്നെ നമുക്കെന്താ? സാറേ, ആ ഷർട്ട് നല്ലതാ, എടുത്തോണ്ടാട്ടെ. ഇതിലൊന്ന് ഒപ്പിടണം. ഞാൻ ഒപ്പിട്ടില്ല. കാരണം ഇത് പണിമുടക്കിനുള്ള നോട്ടീസാ. പണിമുടക്കാൻ ഞാൻ തയ്യാറല്ല. ന്യായമായ ആവശ്യങ്ങളല്ല നമ്മൾ ഉന്നയിച്ചതെന്ന് തോന്നുന്നുണ്ടോ? ന്യായം അവിടെ നിൽക്കട്ടെ. മാനേജ്മെന്റിനെതിരെ പണിമുടക്കില്ലെന്നാ ഞാൻ പറഞ്ഞത്. ആവശ്യങ്ങൾ അംഗീകരിച്ചതിനുള്ള നോട്ടീസാണ്. അംഗീകരിച്ചില്ലെങ്കിൽ പണിമുടക്ക് വേണ്ടി വരുമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയായാലും അർത്ഥമൊന്നും തന്നെ ഞാൻ ഒപ്പിട്ടില്ല. താൻ ആരാടോ? ഹനുമാനോ? ഇത്ര വലിയ സ്വാമി ഭക്തി കാണിക്ക? ഹനുമാൻ തന്നെ. വാലില്ലെന്നേ ഉള്ളൂ. പോയിട്ട് സുകുമാരി ഒരു ഒപ്പിട്. നന്ദ സർ. ഇതൊക്കെ വാരി വലിച്ചിടാതൊക്കെ അടുക്കി വെക്കണം. ഒരു കടയായ വൃത്തി വേണ്ടേ? സർ, എന്നെ കളിപ്പിച്ചു അല്ലേ റാസ്കൽ? എന്റെ കുറ്റമല്ല സർ. പിന്നെ നിന്റെ തന്തയുടെ കുറ്റമാണ്. എന്റെ ഗുരുവായൂരപ്പാ, അടിയെന്ന് പറഞ്ഞാ ഇങ്ങനെയും ഒരു അടിയുണ്ടോ? ഇതല്ലേ അടി. ദൈവം വിചാരിച്ചാൽ പോലും ഇതിലും വലിയ ഒരു അടി അടിക്കാൻ പറ്റില്ല. എന്താ? എന്തു പറ്റി? അറിഞ്ഞിട്ടിപ്പം എന്താ വേണം? മാത്തച്ഛൻ തല്ലിയോ? തല്ലി. തൊഴിലാളിയെ മുതലാളി തല്ലിയാൽ അത് ചോദിക്കേണ്ട കടമ എനിക്കുണ്ട്. തനിക്ക് നൊന്നില്ലെങ്കിൽ എനിക്ക് നോവും. എന്നാലേ എന്നെ ആരും തല്ലിയില്ല. താൻ തന്റെ ജോലി നോക്കണം.
എന്താ നോക്കുന്നത്? നാണമില്ലാതെ തല്ലും വാങ്ങിച്ചിട്ട് നമ്മളോടെ മുറുമുറുപ്പ്. എടി 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 ആരാ വന്നിരിക്കുന്നു നോക്ക്. അല്ല, ആരായത്? സുകുമാരിയോ? സുകുമാരി ഞങ്ങളൊക്കെ മറന്നുല്ലേ? ഇല്ല ഡോക്ടർ, ഡോക്ടർ എനിക്ക് മറക്കാൻ സാധിക്കുമോ? അത് വെറുതെ. എന്നിട്ട് അങ്ങോട്ടൊന്ന് വരാൻ എന്താ? സമയം കിട്ടിയില്ല സാർ. അത് പിന്നെ ആവശ്യമുള്ളപ്പോഴല്ലേ ആളുകൾക്ക് ഡോക്ടർമാരെ ഓർമ്മ വരുള്ളൂ. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് ഡോക്ടർ. പിന്നെ ഈ കുട്ടികൾക്ക് ഉടുപ്പ് വാങ്ങാനാണ് ഞാൻ വന്നത്. സുകുമാരിയെ കണ്ടത് ഭാഗ്യമായി. എന്റെ ഭാരം കുറഞ്ഞല്ലോ. സുകുമാരി എന്നെ നല്ല ഡ്രസ്സുകൾ സെലക്ട് ചെയ്ത് തന്നാൽ മതി. ഇത് ഡോക്ടറുടെ കുട്ടികളാണോ? അല്ല, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. ഇവർ ഞാൻ വളർന്ന അനാഥാലയത്തിൽ ഇപ്പൊ വളരുന്ന കുട്ടികളാണ്. വാങ്ങിച്ചോളെ. അല്ല, ഞാനും കുട്ടിയാണോ? ചോക്ലേറ്റ് മറ്റൊന്നും തരാനില്ലാഞ്ഞിട്ടാ ഡോക്ടർ. ക്ഷേത്രത്തിൽ ദേവന് മധുരം നേദിക്കാറുണ്ട്. ഇതും മധുരമല്ലേ? ശരി, എടുക്കാം. പക്ഷേ ഞാൻ ദേവനായതുകൊണ്ടൊന്നുമല്ല, സുകുമാരി തരുന്നുകൊണ്ടാ. നല്ല മധുരം, സുകുമാരിയുടെ മനസ്സ് പോലെ. ഞാനിവർക്ക് ഉടുപ്പെടുത്തോണ്ട് വരാം. ഓ യെസ്. മോന്റെ പേരെന്താ? ഷാജു. മോടെ പേര്? ഷിജു. ഷിജു. ഞാൻ വരട്ടെ ശല്യം. ഓക്കെ. എന്ന് ഞാൻ ഇറങ്ങട്ടെ. ശരി. ചേച്ചി, എന്താ മോനെ? അച്ഛന് സൂക്കേട് കൂടെയല്ല, വേഗം വരാൻ അമ്മ പറഞ്ഞു. മോനിവിടെ നിൽക്ക, ചേച്ചി ഇപ്പൊ വരാം. എനിക്കൊന്ന് വീട്ടിൽ പോണം. അച്ഛന് സീരിയസ് ആണ്. പെർമിഷൻ തരണം. അച്ഛന്റെ അമ്മാവന്റെ കാര്യമൊന്നും പറയണ്ട. ജോലി സമയം കഴിഞ്ഞു പോയാൽ മതി. ജോലി സമയം കഴിഞ്ഞു പോയാ പോരെ, ഇപ്പൊ തന്നെ പോണം. അതിനുള്ള അനുവാദമോ ചോദിച്ചത്? അതിനുള്ള അനുവാദം തരില്ലെന്നാ ഞാൻ പറഞ്ഞത്. മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? എങ്കിൽ ഇന്നെനിക്ക് ലീവ് മാർക്ക് ചെയ്തോളൂ. പാതി വഴിയിൽ ജോലി നിർത്തി പോകുന്നവർക്ക് ലീവ് തരാൻ സാധ്യമല്ല. പെർമിഷൻ അല്ലെങ്കിൽ ലീവ് നിന്റെ ഇഷ്ടത്തിന് ഞാൻ നടക്കണമല്ലേ? ഞാനൊന്നും കണ്ടില്ലെന്നാണ് നിന്റെ ഭാവം. ആ ചെറുപ്പക്കാരൻ ഡോക്ടർ വിളിച്ചിട്ടില്ലേ നീ പോകുന്നത്? ഓയോളുമായി നിന്റെ ഒരു കുഴഞ്ഞാട്ടം. ഇൻഡീസന്റ് ഫെലോസ്. ഈ സ്ഥാപനത്തിൽ ചീത്തപ്പേരുണ്ടാവാൻ ഇനി എന്തു വേണം? സാർ, ആരെ പറ്റി പറഞ്ഞാലും ഞാൻ സഹിക്കാം. ഡോക്ടറെ പറ്റി പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. അദ്ദേഹം ദൈവം പോലത്തെ മനുഷ്യനാണ്. ദൈവം പോലത്തെ മനുഷ്യനെന്നല്ല, നിന്റെ ഇപ്പോഴത്തെ കാമുകൻ എന്ന് പറയും. അതേപറ്റി സംസാരിക്കാൻ എനിക്കിപ്പോ സമയമില്ല. എനിക്ക് ഉടനെ അച്ഛനെ കാണണം. സാധ്യമല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് പോകാതിരിക്കാൻ ഒക്കില്ല. അതിന്റെ അർത്ഥം നീ പോകുമെന്നാണ്. വേറെ നിവൃത്തിയില്ല. സാർ ക്ഷമിക്കണം. ഇപ്പോ ആശ്വാസം തോന്നുന്നുണ്ടോ? ഉണ്ട് സാർ. അമ്മാവൻ എന്തിനാ എന്നെ സാറെന്ന് വിളിക്കുന്നേ? ഇത്രയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ അങ്ങേ സാറെന്ന് വിളിച്ചാലും പോരാ. അമ്മാവൻ എന്നെ കുഞ്ഞേന്ന് വിളിച്ചാ മതി കേട്ടോ. പിന്നെ സുകുമാരിയും എന്നെ സാറിനൊന്നും വിളിക്കരുത്. എനിക്ക് അങ്ങനെ വിളിക്കാൻ അറിയൂ. അത് പറ്റില്ലെന്നാ പറഞ്ഞത്. പിന്നെന്ത് വിളിക്കണം? അച്ഛനോട് ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ? കുഞ്ഞെന്ന് വിളിക്കേ. അച്ഛനും അമ്മയും മാത്രമേ എന്നെ കുഞ്ഞേന്ന് വിളിക്കാവൂ. നീയും ചേച്ചിയും എന്നെ ഡോക്ടർ ചേട്ടാന്ന് വിളിക്കണം. മനസ്സിലായോ? മനസ്സിലായി. വെരി ഗുഡ്. ഭാസ്കരൻ ആളും എടുക്കണേ. പിന്നെ അമ്മാവൻ അസുഖം കൂടുകയാണെങ്കിൽ ഉടനെ വിവരറിയിക്കണം. ഞാൻ വരട്ടെ. സാർ, അറ്റൻഡൻസ് രജിസ്റ്റർ എന്തിനാ? ഒപ്പിടാൻ. ഒപ്പിടാൻ? നിനക്ക് തോന്നുമ്പോ കയറി വരാനും ഇറങ്ങിപ്പോവാനും ഇതെന്താണ് സത്രമാണെന്ന് വിചാരിച്ചു? സാർ, അച്ഛന് സീരിയസ് ആയതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പോയത്. അത് തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം. ധിക്കാരം കാണിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ ക്ഷമ ചോദിച്ചില്ലല്ലോ. ഇനി ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല. നിനക്കറിയാമോ,
നിന്റെ പേരിലുള്ള ആക്ഷേപങ്ങളാണ് ഈ ഫയൽ മുഴുവൻ. എന്താ ആക്ഷേപം? സ്വഭാവ ദൂഷത്തെ പറ്റി. സ്വഭാവ ദൂഷ്യമോ? എനിക്കോ? എന്താണ് എന്റെ പേരിലുള്ള സ്വഭാവ ദൂഷ്യം? അത് ഈ ഫയൽ സംസാരിക്കും. എങ്കിൽ ആ ഫയൽ ഒന്ന് തരൂ. തരില്ല. അത് വേണ്ടപ്പെട്ടവരെ വേണ്ട സമയത്ത് ഞാൻ കാണിച്ചുകൊള്ളാം. എന്റെ പേരിലുള്ള കുറ്റം ഞാൻ അറിയണ്ടെന്നോ? കൊച്ചുകുട്ടിയമ്മേണ്ട, നിങ്ങളുടെ സ്വഭാവ ദൂഷത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അത് തന്നെയാണ് ഈ ഫയലിലുമുള്ളത്. ഓഹോ, ഇപ്പോൾ ചിലതെല്ലാം എനിക്ക് മനസ്സിലായി വരുന്നു. മനസ്സിലായല്ലോ? എങ്കിൽ നല്ലത്. ഈ മാത്തച്ഛനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എന്നെ അനുസരിക്കാത്ത ആരെയും എനിക്ക് ആവശ്യമില്ല. അനുസരിക്കേണ്ട കാര്യങ്ങൾക്കെല്ലാം ഞാൻ സാറിനെ അനുസരിക്കുന്നുണ്ട്. അനുസരിക്കുന്നു. പൊളിങ്കോമിലല്ലേ ഇപ്പൊ പിടിച്ചിരിക്കുന്നത്? ആ ധിക്കാരമാണ്. നിന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു. സാർ, പ്ലീസ്. യു ക്യാൻ ഗോ. എന്തു പറ്റി സുമാരി? എന്നെ പിരിച്ചുവിട്ടു. ഞാൻ പോകുന്നു. എന്നെ തനിച്ചാക്കിയിട്ട് നീ പോവാണോ? അതെ ശാലിനി, പോയേ കഴിയൂ. എന്നറിയുമോ, കോപിഷ്ഠയായ സുന്ദരി. വിശ്വനാഥൻ? അതെ. അപ്പോ പേര് പോലും മറന്നിട്ടില്ല അല്ലേ? ഇല്ല. ഓഹോ, കോപിഷ്ഠയായ സുന്ദരിയുടെ മുഖത്ത് ഇപ്പൊ കോപമൊന്നും കാണുന്നില്ലല്ലോ. എന്തു പറ്റി? ദയവ് ചെയ്ത് എന്നെ കോപിഷ്ഠയെന്ന് വിളിക്കരുത്. പിന്നെ എന്ത് വിളിക്കണം? സുകുമാരി എന്നാണ് എന്റെ പേര്. ഞാൻ കോപിഷ്ഠയല്ല. സത്യത്തിൽ ഞാനിന്ന് ദുഃഖിതയാണ്. ഞാൻ നിമിത്തം അങ്ങക്ക് ഒരു അപകടമുണ്ടായി. ഞാൻ വിചാരിച്ചു ആ അപകടത്തിൽ ഞാൻ മരിച്ചു കാണുമെന്ന്. ഇല്ല, പക്ഷേ എന്റെ കാല് ഇന്ന് കൃത്രിമക്കാലാണ്. എനിക്കതിൽ ദുഃഖമില്ല. എന്തെന്നാൽ ആ അപകടം എനിക്ക് അനേക അവാർഡുകൾ നേടുന്നു. ആ ചിത്രം ഞാൻ കണ്ടു. അന്ന് തുടങ്ങിയതാണ് അങ്ങനെ നേരിൽ കാണാനുള്ള ആഗ്രഹം. എന്തിന്? മാപ്പ് ചോദിക്കാൻ. അത്രേ ഉള്ളോ? ആട്ടെ, സുകുമാരിക്ക് എന്താണ് ഒരു വിഷാദഭാവം? എന്റെ ജോലി നഷ്ടപ്പെട്ടു. സുകുമാരിക്ക് എവിടെയായിരുന്നു ജോലി? സിത്താര എന്നൊരു തുണിക്കടയിൽ. അവിടുത്തെ മാനേജർ മാത്തച്ഛൻ എന്നെ പിരിച്ചുവിട്ടു. സിത്താരയുടെ മാനേജർ മാത്തച്ഛനെ എനിക്കറിയാമല്ലോ. അദ്ദേഹം വളരെ കഴിവുള്ള ഒരാളാണെന്നാണ് എന്റെ അറിവ്. കഴിവ് കൂടിപ്പോയെന്നേ ഉള്ളൂ. അയാളുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങുന്നവരെ മാത്രമേ അയാൾക്ക് വേണ്ടൂ. ഐ സി. എങ്കിൽ സുകുമാരിക്ക് വേറൊരു ജോലി അന്വേഷിക്കാമായിരുന്നില്ലേ? തിരുവനന്തപുരത്ത് എനിക്കൊരു ജോലി വാങ്ങിച്ചു തരാമെന്ന് നന്ദകുമാർ പറഞ്ഞതായിരുന്നു. ആരാണ് നന്ദകുമാർ? സിത്താരയിലെ ഒരു സെയിൽസ്മാൻ. ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. സുകുമാരിക്ക് അയാളുമായുള്ള ബന്ധം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണമെന്നില്ല. എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു നടന്നയാളാണ്. പക്ഷേ ഇപ്പോഴെന്നോട്
പിണക്കമാണ്. പിണക്കമോ? എന്തിന്? ഇന്റർവ്യൂ തിരുവനന്തപുരത്തായിരുന്നു. രാവിലെ ആയതുകൊണ്ട് രാത്രി അവിടെ ചെന്ന് താമസിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. വെരി ഇൻട്രസ്റ്റിംഗ്. ഏതാണ് കമ്പനി? സദേൺ ഫൈനാൻഷ്യൽ എന്റർപ്രൈസസ്. സദേൺ ഫൈനാൻഷ്യൽ എന്റർപ്രൈസസ്. ആട്ടെ, അവരുടെ എഴുത്ത് വല്ലതും കിട്ടിയോ? കിട്ടി. എന്റെ കയ്യിലുണ്ട്. ഇനി തരൂ. ഈ കമ്പനിയിൽ ജോലി കിട്ടുമെന്ന് സുകുമാരിക്ക് എന്തായിരുന്നു ഉറപ്പ്? നന്ദകുമാറിന്റെ ഒരു കസിനാണ് അതിന്റെ മാനേജർ എന്ന് പറഞ്ഞു. ഇതെന്റെ കയ്യിലിരിക്കട്ടെ. ഒരുപക്ഷെ ഇതുകൊണ്ട് ഇനിയും ഉപകാരമുണ്ടായിരിക്കാം. അവിടെ ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഇപ്പോൾ വേണ്ടതാവില്ല. പിരിച്ചുവിടപ്പെട്ട കമ്പനിയിൽ ജോലി തിരിച്ചു കിട്ടുകയാണ്. സുകുമാരി കാറിൽ കയറൂ. നമുക്ക് സിത്താരയിൽ പോകാം. ഇല്ലാത്ത കുറ്റം ആരോപിച്ച് പിരിച്ചുവിട്ടാൽ അത് സമ്മതിച്ചു കൊടുക്കരുത്. ഇത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. കമാൺ. നമസ്കാരം സർ. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം സർ. ഇതോ? നമസ്കാരം സാർ. നമസ്കാരം. എന്താ തോമസ് കുട്ടി? സാറ് വന്നതറിഞ്ഞില്ല. ഒരു മെമ്മോറാണ്ടം തരാൻ ഞങ്ങൾ ബാംഗ്ലൂർ വരെ വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാനിന്ന് രാവിലെയാണ് വന്നത്. വൈകുന്നേരം എന്നെ ഒന്ന് കാണും. ഓ, കൊച്ചു മുതലാളി മാത്തച്ഛൻ സുകുമാരിയെ പിരിച്ചുവിട്ടോ? അത് പിരിച്ചുവിട്ടു സാർ. സുകുമാരി ജോലിയിൽ തുറന്നോളട്ടെ. കൊച്ചു മുതലാളിക്ക് അറിഞ്ഞുകൂടാ, ഇവൾ ധിക്കാരിയാണ്. സ്വഭാവ. സുകുമാരി ജോലിയിൽ തുറന്നോളൂ. വളരെ നന്ദി. മാത്തച്ഛൻ പൊയ്ക്കോളൂ. സാറിനെ യാത്രയാക്കിയിട്ട് പോവാം. വേണ്ട. ശാലിനി, ഇദ്ദേഹമാണ് പുതിയ മുതലാളി. നിനക്കറിഞ്ഞൂടെ? ഓ, മുൻപ് ഇദ്ദേഹം ഇവിടെ വന്നപ്പോൾ നീ ആശുപത്രിയിലായിരുന്നല്ലോ. അങ്ങനെ അങ്ങ് പോകാതെ സാറേ, ഒന്നോട്ട് വാ. ഹലോ സാം. ഹലോ, ഇരിക്കടാ. ദാ, നീ നല്ല ആളാ. ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് എനിക്കൊരു ഫോൺ പോലും ചെയ്തില്ലല്ലോ. നീ വലിയ തിരക്കുള്ള ആളല്ലേ, സാവകാശം അറിയിക്കാമെന്ന് കരുതി. ആട്ടെ, നിന്റെ കാലിപ്പിഴെങ്ങനെയുണ്ട്? കൃത്രിമ കാലാണെന്നറിയില്ല. ഓടാൻ കഴിയില്ലെന്ന് മാത്രം. ബാക്കിയെല്ലാം ആവാം. ഓടാൻ നീ ഒളിമ്പിക്സിലൊന്നും മത്സരിക്കാൻ പോകുന്നില്ലല്ലോ, ഉണ്ടോ? ആട്ടെ, നിന്റെ പെയിന്റിങ്സ് ഒക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ടല്ലോ. എന്ത് നടന്നില്ലെങ്കിലും അത് മാത്രം ഞാൻ മുറയ്ക്ക് നടത്താറുണ്ട്. ആട്ടെ, ഈ പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയ ചിത്രം നീ കണ്ടോ? അതിനൊക്കെ പോകാൻ സമയം കിട്ടണ്ടേ? എന്നാ വരൂ, കാണിച്ചു തരാം. ഓക്കെ. കോപിഷ്ഠയായ സുന്ദരി. അതെ, ഈ സുന്ദരിയാണ് എനിക്ക് അവാർഡ് വാങ്ങി തന്നത്. ഈ സുന്ദരിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നീയോ? ഇത് സുകുമാരിയല്ലേ? സാമിന് സുകുമാരി അറിയാമോ? കൊള്ളാം. അറിയാമോന്നോ? സുകുമാരി എന്റെ പേഷ്യന്റ് ആയിരുന്നു. അങ്ങനെയുള്ള അറിവേ ഉള്ളൂ അതോ? അല്ല, അവൾ ശുദ്ധഹൃദയായ ഒരു പെൺകുട്ടിയാണെന്നും അറിയാം. അപ്പോൾ
സുകുമാരിയെ പറ്റി സാമിന് നല്ല അഭിപ്രായമാണല്ലേ? ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. വരൂ, നമുക്ക് കാപ്പി കൂടി സംസാരിക്കാം. വരൂ. ശരി. അങ്ങനെ അങ്ങോട്ട് മിസ്റ്റർ മാത്തച്ചൻ, കുശുമോ ഇങ്ങോട്ട് വേണ്ട, അത് നിങ്ങളുടെ സീറ്റല്ലേ. ഞാൻ എവിടെ ഇരുന്നോളാം. ഇരിക്കും മാത്തച്ച, ഇരിക്കണം. എന്താ മാത്തച്ഛന്റെ ക്ഷീണം? ഒരു ക്ഷീണമില്ല. അല്ല, എന്തോ ഉണ്ട്. അതെ സാർ, അല്പം ക്ഷീണമുണ്ട്. ദേഹത്തിനല്ല, മനസ്സിന്. എന്താ കാരണം? സാറ് ഇന്നലെ എന്നെ വല്ലാതെ അവമാനിച്ചു കളഞ്ഞു. ഞാൻ പിരിച്ചുവിട്ടൊരു തൊഴിലാളിയെ ഒരന്വേഷണവും കൂടാതെ സാർ തിരിച്ചെടുത്തു. അതെനിക്ക് വലിയ കുറച്ചിലായി പോയി സാർ. ഓർത്തു നോക്കുമ്പോൾ മാത്തച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. തിരിച്ചെടുക്കുന്നതിന് മുൻപ് ഒരു അന്വേഷണം നടത്തേണ്ടതായിരുന്നു. ഈ സ്ഥാപനത്തിന്റെ സൽപ്പേര് നിലനിർത്താൻ വേണ്ടിയാണ് ഞാൻ സുകുമാരിയെ പിരിച്ചുവിട്ടത്. അതൊരു അച്ചടക്ക നടപടി കൂടിയായിരുന്നു. സ്ഥാപനത്തിന്റെ സൽപ്പേരും തൊഴിലാളികളുടെ അച്ചടക്കവും വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. മാത്തച്ഛൻ പറയുന്നത് പോലെ നമുക്ക് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തിക്കളയാം. എന്താ? തീർച്ചയായും. ഇത് വായിച്ചാൽ സുകുമാരിയുടെ സ്വഭാവ ദൂഷ്യങ്ങളെല്ലാം മനസ്സിലാവും. മിക്കതും ഊമക്കത്തുകളാണല്ലോ. ഇത് എഴുതിയവരെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷി വരയ്ക്കാൻ സാധിക്കുമോ? സാക്ഷി പറയാനാണെങ്കിൽ നമ്മുടെ കടയിൽ തന്നെ ഉണ്ട് ഒരാൾ. ആരാണ് അയാൾ? നന്ദകുമാർ, നമ്മുടെ ഒരു സെയിൽസ്മാൻ. ശരി, അയാളെ വിളിക്കൂ. എന്താ സാർ? നന്ദൻ അങ്ങോട്ട് വിളിക്കും. ശരി. ആ, സുകുമാരിയും വിളിക്കണം. ഓ, വേണോ സാർ? ഏ? സുകുമാരി ഉള്ളപ്പോ സത്യാവസ്ഥ തുറന്നു പറയാൻ നന്ദകുമാറിന് മടി കാണും. സത്യം പറയാൻ ആരുടെ മുമ്പിൽ മടിക്കേണ്ട ആവശ്യമില്ല. അന്വേഷണ സമയത്ത് ഇവിടുത്തെ യൂണിയൻ നേതാവും വേണം. തോമസ് കുട്ടി വിളിക്കും. തോമസ് ഊട്ടി ധിക്കാരിയാണ് സാർ. മാത്രമല്ല നന്ദകുമാറിനെ പലകുറി അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം നന്ദകുമാർ തുറന്നു പറയട്ടെ. അയാൾ പറയുന്നതിൽ വാസ്തവമുണ്ടെങ്കിൽ തോമസ് കുട്ടിയുടെ പേരിൽ മാത്രമല്ല, സുകുമാരിയുടെ പേരിൽ ഞാൻ ആക്ഷൻ എടുക്കും. വേണ്ടി വന്നാൽ രണ്ടുപേരെയും പിരിച്ചയക്കും. സാറ് ഞങ്ങളെ വിളിപ്പിച്ചത് സുകുമാരിയെ പറ്റി ഒരു അന്വേഷണം നടത്താനാണ്. യൂണിയൻ നേതാവെന്ന നിലയിൽ തോമസ് കുട്ടിയുടെ ഉണ്ടായിരിക്കും നല്ലതാണെന്ന് തോന്നി. ആ, നന്ദകുമാരിൽ നിന്ന് എനിക്കറിയേണ്ടത് സുകുമാരിക്ക് സ്വഭാവദോഷം ഉണ്ടോ ഇല്ലയോ എന്നാണ്. സുകുമാരിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒറ്റ വാക്കുകളുടെ മറുപടിയാണ് ആവശ്യം. സ്വഭാവദോഷം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. തോമസ് കുട്ടിയുടെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും സ്വഭാവ ഗുണമുള്ള പെൺകുട്ടിയാണ് സുകുമാരി. ഉറപ്പാണല്ലോ? അതെ. സുകുമാരിയെ പറ്റി നേരെ വിപരീതമായ രണ്ട് അഭിപ്രായങ്ങളാണല്ലോ കേൾക്കുന്നത്. എന്താണിത്? ശരിയായ അഭിപ്രായം പറയാൻ തോമസ് ഊട്ടിയേക്കാൾ അർഹത നന്ദകുമാറിനാണ്. നന്ദകുമാർ സുകുമാരിയുടെ അതോറിറ്റിയോ മറ്റോ ആണോ? അതെ, സുകുമാരി കുറെക്കാലം നന്ദകുമാറിന്റെ കാമുകിയായിരുന്നു. ഞാൻ സുകുമാരിയോടൊന്നും ചോദിച്ചില്ലല്ലോ. മാത്തച്ഛൻ പറഞ്ഞ ശരിയാണോ? അതെ. കുറെ കാലം കാമുകയായിരുന്നു. ഇപ്പോഴല്ലേ? അല്ല. കാരണം? സ്വഭാവദൂഷ്യം തന്നെ. വ്യക്തമായില്ല. അത് സുകുമാരി അടുത്ത കാലത്ത് ഒരു ഡോക്ടർ സാമുവലുമായി പ്രേമബന്ധത്തിലായി. എന്ത്? സുകുമാരി സുകുമാരി നിങ്ങളെ വിട്ടിട്ട് ഡോക്ടർ സാമുവലിന്റെ പിന്നാലെ പോകാനുള്ള കാരണം എന്താണ്? ഡോക്ടർ സാമുവൽ പണക്കാരനാണ്. അപ്പോൾ സുകുമാരിയുടെ പ്രശ്നം പ്രേമമല്ല, പണമാണ് അല്ലേ? നിങ്ങൾ തമ്മിലുള്ള പ്രേമകാലത്ത് സുകുമാരിക്ക് നിങ്ങളിൽ നിന്നും ധനലാഭം ഉണ്ടായിട്ടുണ്ടോ? നിവൃത്തിയില്ലെങ്കിലും എന്നാൽ കഴിയുന്ന ധനസഹായം ഞാൻ ചെയ്തിട്ടുണ്ട്.
കൂടാതെ മറ്റു നിലകളിൽ സഹായിച്ചിട്ടുണ്ട്. കള്ളം, പച്ചക്കള്ളം. ഈ നുണ കേട്ട് നിൽക്കാൻ എനിക്ക് വയ്യ സാർ. ഓൾ റൈറ്റ്. ആട്ടെ, നന്ദൻ മറ്റു ചില സഹായങ്ങളെ പറ്റി പറഞ്ഞല്ലോ, അത് നിഷേധിക്കുകയാണോ? അല്ല, എനിക്കൊരു ജോലി വാങ്ങി തരാമെന്ന് ഇയാൾ പറഞ്ഞു. അതിന്റെ തെളിവാണോ ഇത്? സദേൺ ഫൈനാൻഷ്യൽ എന്റർപ്രൈസസിൽ നന്ദകുമാറിന് സ്വാധീനമുണ്ടോ? ഉണ്ട് സർ. എന്റെ ഒരു കസിൻ ആ സ്ഥാപനത്തിന്റെ മാനേജറാണ്. അയാളുടെ പേരെന്താണ്? ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങൾ അവനെ ബാബു എന്നാ വീട്ടിൽ വിളിക്കാറുള്ളത്. വീട്ടിലെ പേരല്ല, ഇതിൽ ഒപ്പിട്ട പേര്. കൃഷ്ണകുമാർ. സദേൺ ഫൈനാൻഷ്യൽ എന്റർപ്രൈസസ് ആരുടേതാണെന്ന് അറിയാമോ? അറിയില്ല സർ. മാത്തച്ഛന് അറിഞ്ഞൂടെ? അറിയാം സാർ, സാറിന്റേത് തന്നെ. അവിടെ ബാബുവുമില്ല, കൃഷ്ണകുമാറുമില്ല. സുകുമാരി ചതിക്കാൻ താൻ മനഃപൂർവ്വം ഒരു നാടകം നടത്തിയതാണ് അല്ലേ? അല്ല സർ, ഇനി തല്ലരുത്. ഞാൻ സത്യം പറയാം. മാത്തച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. കള്ളം, പച്ചക്കള്ളം. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് സാർ. അപ്പോ നന്ദകുമാർ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണോ ഇപ്പൊ മാത്തച്ഛൻ പറയുന്നത്? അതെ സാർ, സുകുമാരിയെ വിവാഹം കഴിക്കാമെന്നും പറഞ്ഞ് ഇവൻ കാണിച്ച പ്രേമവും ഒരു നാടകമായിരുന്നു. ഇവൻ നേരത്തെ വിവാഹിതനാണ്, 2 കുട്ടികളുടെ അച്ഛനുമാണ്. നേരത്തെ വിവാഹിതനായ താൻ ഒരു പാവം പെൺകുട്ടി ചതിക്കാനൊരുങ്ങി. ഇതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? സത്യം മുഴുവൻ ഞാൻ തുറന്നു പറയാം സർ. മാത്തച്ഛൻ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ഈ പ്രേമ നാടകം നടത്തിയത്. ഇതിന് പ്രതിഫലമായി എനിക്ക് ഇദ്ദേഹം 1000 രൂപ തന്നു. ഇല്ല സാർ, ഒരു പൈസ പോലും ഞാൻ ഇവന് കൊടുത്തിട്ടില്ല. രേഖയുണ്ട്. ചെക്കായിട്ടാണ് എനിക്ക് തന്നത്. അപ്പോ തല്ലേണ്ടത് മാത്തച്ഛനെയാണ്. പക്ഷെ പ്രായത്തെ ബഹുമാനിച്ച് ഞാൻ ക്ഷമിക്കുന്നു. സാർ, ഇവന്റെ വാക്ക് കേട്ട് സാറിനെ തെറ്റിദ്ധരിക്കരുത്. അവൻ 1000 രൂപ കടം ചോദിച്ചു, ഞാനത് ചെക്കായിട്ട് കൊടുക്കുകയും ചെയ്തു. തെറ്റ് സമ്മതിക്കാൻ മാത്തച്ഛൻ ഇപ്പോഴും തയ്യാറില്ലല്ലേ? എങ്കിൽ സത്യാവസ്ഥ പോലീസ് അന്വേഷിക്കും. ഫോൺ എടുക്ക. സാർ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ആലോചിക്കാം. വരൂ. മാത്തച്ഛൻ ആ താക്കോലിങ്ങി തരൂ. താക്കോൽ മനസ്സിലായില്ലേ? ഈ സ്ഥാപനത്തിന്റെ താക്കോൽ. താക്കോൽ തരുന്നോ അതോ പോലീസിനെ വിളിക്കണോ? സുഹൃത്തുക്കളെ, ഈ സ്ഥാപനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്തച്ഛൻ മാനേജർ സ്ഥാനം ഒഴിയുകയാണ്. ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ? ഇനി മാത്തച്ഛന് ഈ സ്ഥാപനത്തിൽ നിന്നും എന്നേക്കുമായി പോകാം. ഈ താക്കോൽ തോമസ് കുട്ടി വാങ്ങണം. ഞാൻ ഒന്നും പറയണ്ട. ഈ സ്ഥാപനത്തിന്റെ ഭാവി നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. താങ്കളുടെ നല്ല മനസ്സിന് നന്ദി. പക്ഷേ ഇവിടെ ഒരു മുതലാളിയാവാൻ എനിക്കിഷ്ടമില്ല. ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രതിനിധിയായി തുടരാനാണ് എനിക്ക് ആഗ്രഹം. അതാണ് എനിക്ക് അഭിമാനവും. ആരും ഇവിടെ മുതലാളിയല്ല. ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രതിനിധിയായി തോമസ് കുട്ടി സ്ഥാപനം മാനേജ് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. തോമസ് കുട്ടി താക്കോല് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പണി മുടക്കും. വാങ്ങിക്കൂ.
ഇനി തോമസ് കുട്ടി പറയൂ, സുകുമാരി ജോലിയിൽ തുടരണോ വേണ്ടയോ? സാറിന്റെ അന്വേഷണത്തിൽ തന്നെ സുകുമാരി നിഷ്കളങ്കയാണെന്ന് തെളിഞ്ഞതല്ലേ? ഇത്രയൊക്കെ ബഹളം നടന്ന സ്ഥിതിക്ക് സുകുമാരി ഇവിടെ തുടരണ്ട എന്നാണ് എന്റെ അഭിപ്രായം. സുകുമാരി പാവമാണ് സർ. ഈ ജോലി കൂടെ ഇല്ലെങ്കിൽ അവർ വല്ലാതെ കഷ്ടപ്പെടും. വേറെ ഒരു ജോലി ഞാൻ ഏർപ്പാടാക്കി തരാം. എന്ത് പറയുന്നു? എന്ത് ജോലിയാണ് സർ? എന്റെ ഭാര്യ എന്ന ജോലി. സുകുമാരിക്ക് സമ്മതമാണോ? പറയൂ, ഇവിടെ എല്ലാം മുമ്പ് വെച്ച് പറയൂ. സമ്മതമാണോ? കൊള്ളാം, എന്നേ സമ്മതം. എനിക്കെല്ലാം അറിയാം സാർ. സുകുമാരിയുടെ ആത്മസഖിയാണ് സർ ശാലിനി. ഓഹോ, അപ്പോ ശാലിനി സമ്മതം തന്നാ മതിയാവും അല്ലേ? എടോ വിശ്വ, ഇനി താമസിക്കണ്ട, നമുക്ക് സുമാരുടെ വീട്ടിലോട്ട് പോവാം. അവരുടെ സമ്മതമെല്ലാം ഞാൻ നേരത്തെ വാങ്ങിച്ചു കഴിഞ്ഞു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് ഞാൻ സുകുമാരി എന്റെ ഭാര്യയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നവദമ്പതികളാകാൻ പോകുന്ന ഈ യുവമിത്രങ്ങൾക്ക് സിതാരയിലെ തൊഴിലാളികളുടെ പേരിൽ ഞാൻ മംഗളാശംസകൾ നേരുന്നു. താങ്ക് യു.